ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒന്നിനെക്കുറിച്ചും എനിക്ക് ആകുല ചിന്തയില്ല. ജീവമന്നാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എൻ്റെ കൂടെയുണ്ട്. എത്ര പ്രത്യാശ നിറഞ്ഞ വരികളാണ് ഇവ. പരിശുദ്ധ കത്തോലിക്ക സഭ പ്രത്യാശയെക്കുറിച്ച് മതബോധന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിക്കുക. കർത്താവ് യേശുമിശിഹായിലുള്ള വിശ്വാസവും നിത്യജീവനിലുള്ള ആനന്ദവും അവൻ പറഞ്ഞ വാക്കുകൾ നിറവേറ്റപ്പെടുമെന്നുള്ള ഉറപ്പും എന്നാണ് പങ്കുവെക്കുക. പരിശുദ്ധ ദൈവമാതാവിനോട് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് അവളോട് പറയുന്നു, നീ ഒരു പുത്രനെ പ്രസവിക്കും, നിന്റെ പുത്രൻ അത്യുന്നതനെന്ന് വിളിക്കപ്പെടും. ദാവീദിന്റെ സിംഹാസനത്തിൽ അവൻ ഇരിക്കും, അവൻ യാക്കോബിന്റെ ഭവനത്തെ ഭരിക്കും. എന്നാൽ പരിശുദ്ധ ദൈവമാതാവ് കണ്ടത് ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളായിരുന്നു. അവളുടെ മകൻ പീഡിപ്പിക്കപ്പെട്ടു. അവളുടെ മകൻ പരിഹാസവിധേയനായി 3 ആണികളാൽ കുരിശിൽ കൊല്ലപ്പെട്ടു. ഇവയുടെയൊക്കെ മധ്യത്തിലും പരിശുദ്ധ ദൈവമാതാവ് ശാന്തതയോടെ നിലകൊണ്ടത് അവളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന കർത്താവിൻ്റെ വാക്ക് നിറവേറ്റപ്പെടും എന്നുള്ള ആ പ്രത്യാശയായിരുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യാശയുടെ അടിസ്ഥാനം കർത്താവിൻ്റെ വചനം നിറവേറ്റപ്പെടുമെന്നുള്ള ഉറപ്പായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഭയപ്പെടേണ്ടതായിട്ടില്ല. കർത്താവ് നമ്മളോട് പറഞ്ഞില്ലേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നിന്നെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള ശുഭവും പ്രത്യാശയും നൽകുന്ന പദ്ധതി. പരിശുദ്ധ ദൈവമാതാവിന് കർത്താവിൻ്റെ വചനം നിറവേറ്റപ്പെടുമെന്നുള്ള പ്രത്യാശ അവളുടെ ജീവിതത്തിന് മാർഗദീപമായിരുന്നതുപോലെ ഈ അമ്മയുടെ മാതൃകയിൽ കർത്താവിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി, അവൻ എന്നെക്കുറിച്ച് പറയുന്ന വാക്കുകൾ നിറവേറ്റപ്പെടുമെന്നുള്ള ബോധ്യത്തോടു കൂടി നമുക്കും മുൻപോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കും.